ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനും അമ്മും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പാടം കാണാൻ വേണ്ടി മാത്രമല്ല, വല്ല കൂണ് മുളച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പറിച്ചോണ്ടിരാലോ എന്നും കൂടി വിചാരിച്ചിട്ടാട്ടോ. നമ്മുടെ വീട് കാടിൻ്റെ ഒക്കെ അടുത്താണേ. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് വരുന്ന ഉറവുകളിലൊക്കെ നമ്മുടെ പാടത്തു കൂടെയൊക്കെയാണ് പോവുക. അടുപ്പിച്ചുള്ള 1-2 മഴയിൽ തന്നെ നമ്മുടെ പാടം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാടത്തിനോട് അടുത്ത് തന്നെ ആയിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ. ആ കുളത്തിന്റെ പേര് പുത്തൻകുളം എന്നാണ്. ഇതിലാണ് ഞങ്ങൾ പണ്ട് കുളിക്കാറ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പുത്തൻകുളത്തിന്റെ അവസ്ഥ. ഇതിപ്പോ പശുവിനെയും പോത്തിനെയൊക്കെ കുളിപ്പിക്കാനാണ് കേട്ടോ ഉപയോഗിക്കണേ. ഈ കുളത്തിന്റെ 1-2 അപ്പുറത്തായിട്ട് വേറൊരു കുളം ഉണ്ട്. അതാണ് പുഞ്ചക്കുളം. ആ പുഞ്ചക്കുളത്തിലാണ് ഇപ്പൊ സാധാരണ ആൾക്കാരൊക്കെ കുളിക്കാറ്. പക്ഷെ മഴക്കാലാവുമ്പോ അങ്ങനെ 2 കുളം അധികം ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഉറവ് വെള്ളത്തിലാണ് സാധാരണ കുളിക്കാറ്. അമ്മു കൂണും തെരഞ്ഞു വരുമ്പത്ത് കൂടെ നടക്കുന്നുണ്ട്. അവൾക്ക് ഏതൊരു കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവൾ എന്നെ വിളിച്ച് കാണിക്കുകയാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ കഴിക്കാൻ പറ്റണ കൂണാണോ അല്ലേന്നൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മളൊന്ന് പറിച്ചു കൊണ്ടുപോകാം. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാലോ. ഇങ്ങനെ കൂണ് പറിക്കുമ്പോൾ അധികം സംസാരിക്കാൻ പാടില്ല അത്രേ. നമ്മൾ മിണ്ടാതെ വേണം പറിക്കാൻ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. പക്ഷെ അടുത്ത കൊല്ലം ഇതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ മിണ്ടാതെ പറിക്കണം എന്നാണ് പറയാറ്. ഈ ചെടിയാണ് കയ്യോന്നി കേട്ടോ. നമ്മുടെ ഷാമ്പൂന്റെ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, ഭൃംഗരാജ എന്നൊക്കെ പറയണത്. ആ ആളാണ് ഈ കക്ഷി. ഈ ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണ മുടി കൊഴിച്ചിൽ തടയാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് പറയണത്. അതുകൊണ്ട് തന്നെ കുറെ ചേച്ചിമാർ ഇത് പറിച്ചു കൊണ്ടുകൊണ്ട് കാണാറുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുട്ബോൾ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഫുള്ള് വെള്ളം കയറിയൊക്കെയാണ് കേട്ടോ. എന്നാലും കുട്ടികൾ ഇവിടെ വന്നിട്ട് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് എന്നും വൈകുന്നേരം. ന്യൂ ഇയറും വേൾഡ് കപ്പൊക്കെ അവർ ഇവിടെ വെച്ചിട്ടാണ് ആഘോഷിക്കാറ്. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ പാടാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല ബഹളമായിരിക്കും വീട്ടിലേക്ക്. ഈ റബ്ബറിന്റെ ഇടയിൽ കൂടെ കാണുന്ന ആ റോസ് കളർ പെയിന്റ് അടിച്ച വീടാണ് കേട്ടോ നമ്മുടെ. കൂണ് തെരഞ്ഞു പോയിട്ട് നമുക്ക് വേണ്ട കൂണൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ ഈ കൂണിന്റെ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് ഇങ്ങോട്ട് വിചാരിച്ചു. അതിന്റെ വീഡിയോ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് വേറെയും ചില കൂണുകളൊക്കെ നിൽക്കുന്നത് കണ്ടേ. പിന്നെ അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോയി. നമ്മൾ വിചാരിച്ചത്ര കൂണ് കിട്ടിയില്ല എന്നുള്ള വിഷമത്തോടെ നിൽക്കുമ്പോഴാണ് പാടത്തൊരു തേങ്ങ കിടക്കണത് കണ്ടത്. പിന്നെ അമ്മു അത് പോയിട്ട് ഇറങ്ങിയെടുത്തു. അത് ഇറങ്ങിയെടുത്തില്ലെങ്കിൽ രാത്രി വല്ല മുള്ളംപന്നിയൊക്കെ കൊണ്ടുപോകാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ കൂണ് തെരഞ്ഞ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഒറ്റപ്പനയുടെ ചോട്ടിലാണ് ഗൈസ്. പിന്നെ പറയണ്ടല്ലോ, പിന്നീട് അങ്ങോട്ട് യക്ഷിക്കഥകളുടെ പെരുമഴയായിരുന്നു. അപ്പോൾ നമുക്ക് 2 കൂണാണ് കിട്ടിയിരിക്കുന്നത്. 2 കൂൺ. ഈ 2 കൂണ് വെച്ചിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ. 5 കറി ഉണ്ടാക്കും. അങ്ങനെ കൂണ് തെരഞ്ഞു പോകുമ്പോൾ ദാ നിൽക്കണു പാടത്തൊരു മയിൽ. വൈകുന്നേരം ആയതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് തോന്നുന്നു കക്ഷി. കുറച്ച് ദൂരം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു കൂണിനെ കിട്ടിയിട്ടോ. പക്ഷെ അത് ഏകദേശം വിരിഞ്ഞ് നാശമായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അതിനെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കറിക്കുള്ള വക എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കണല്ലോ, അല്ലെങ്കിൽ അത് നമ്മുടെ അഭിമാന പ്രശ്നമാകും. ഒരെണ്ണം കൂടി കിട്ടിയതിന്റെ ആവേശത്തിൽ വീണ്ടും വരമ്പത്ത് കൂടെ നടന്നു കേട്ടോ. ഇതാണ് വരമ്പിന്റെ അവസ്ഥ. പന്നി കുത്തിയിട്ട് ആകെ നാശമായിരിക്കും. നല്ലൊരു ഉഗ്ര മഴ വരുന്നതിന്റെ ലക്ഷണമാട്ടോ ഈ കാണുന്നത്. അതിനു മുന്നേ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. വരമ്പിന്റെ ആ അറ്റം വരെ പോയിട്ട് ഒന്നും കണ്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് ഒരു കിളിക്കൂട് കണ്ടത്. ഒരു പാവം കിളിയുടെ കഷ്ടപ്പാടാണ് ആ കിടക്കണത്. ഒരൊറ്റ തേങ്ങ ഉണ്ടോ നോക്കിക്കോ, ഒരൊറ്റ തേങ്ങയില്ല. അങ്ങനെ കൂണൊക്കെ പറിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഇളനീര് കുറഞ്ഞു നിന്നു. ഇളനീരെന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഞങ്ങൾ പറിച്ച കൂണൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.